നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റോമ പട്ടണം കത്തിയെരിഞ്ഞപ്പോൾ വീണ വായിച്ചു മതിമറന്നുല്ലസിച്ച നീറോ ചക്രവർത്തിയേക്കാൾ ക്രൂരനാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് കാലം വിധിയെഴുതുന്നു. കടൽ കത്തുന്നു, കര കത്തുന്നു, ജനം വറച്ചട്ടിയിലെരിയുന്നു. മുന്നറിയിപ്പില്ലാതെ മറ്റാർക്കും ചുമതല നൽകാതെ പിണറായി വിജയനും ഭാര്യ കമലയും കുടുംബവും വിദേശ സുഖയാത്രയിലാണ്. VS അച്യുതാനന്ദൻ വിശേഷിപ്പിച്ച് വെറുക്കപ്പെട്ടതോ അതല്ലെങ്കിൽ അത്തരക്കാരിൽ ആരെങ്കിലുമോ ആകാം ഈ യാത്രയുടെ മുഴുവൻ ചെലവുകളും ഏറ്റെടുത്തിരിക്കുന്നത്. ലോക മുതലാളിത്തത്തിന്റെ തറവാടായ ബ്രിട്ടനിലെ സായിപ്പും മദാമയും യാത്ര പോകുന്നത് പോലെ സ്യൂട്ട്, കോട്ട്, ഹാൻഡ് ബാഗ്, ഷൂസ് തുടങ്ങിയ ചമയങ്ങളുമായാണ് പിണറായി കുടുംബം യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഇവയുടെ ചമയങ്ങൾക്ക് മാത്രം 5 ലക്ഷം രൂപയുടെ ചെലവുണ്ട് എന്നാണ് അടക്കം പറച്ചിൽ. ഇപ്പോൾ ദുബായിലേക്കും ഇന്തോനേഷ്യയിലേക്കുമൊക്കെ ആഴ്ചകൾ നീളുന്ന യാത്ര നടത്തുന്നത് ഉല്ലാസയാത്ര മാത്രമല്ല, ഇതിനു പിന്നിൽ വൻകിട ബിസിനസ് ഇടപാടുകളുമുണ്ടെന്ന് പലരും സംശയിക്കുന്നു. കേരളം കണ്ട ഏറ്റവും ധിക്കാരിയും അഹങ്കാരിയുമായ ജനപ്രതിനിധിയെന്ന ഖ്യാതി മുഖ്യനിൽ വന്നു ചേർന്നിട്ട് ഏറെ കാലമായി. കേരളത്തിലെ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. നാട് കൊടുംചൂടിൽ പൊള്ളുകയാണ്. ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ സംസ്ഥാനം നേരിടുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബവും മുന്നറിയിപ്പില്ലാതെ യാത്ര പോയിരിക്കുന്നത്. തൊഴുത്തിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോകുന്ന പശുക്കളുടെ നിലവാരമാണിതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞിരിക്കുകയാണ്. കേന്ദ്രത്തിൽ BJP നേതാക്കൾക്ക് കോടികൾ കൊടുത്താണ് പിണറായി കേസുകെട്ടുകളിൽ നിന്ന് തലയൂരി നിൽക്കുന്നതെന്നാണ് കിംവദന്തികൾ. BJPയെ പേടിച്ചിട്ടാണോ മുഖ്യമന്ത്രി പ്രചാരണത്തിന് ഇറങ്ങാതെ വിദേശത്തേക്ക് പറന്നതെന്നും ക്യാബിനറ്റ് യോഗം ചേരാത്തത് എന്തുകൊണ്ടാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ല. എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. കേരളത്തിൽ ജനങ്ങൾ ദുരിതങ്ങളിൽ നട്ടം തിരിയുമ്പോൾ 17 ദിവസം മുഖ്യമന്ത്രി സംസ്ഥാനത്തില്ലാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണെന്ന് പകരം ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ അത് ക്യാബിനറ്റിന്റെ കൂട്ടുത്തരവാദിത്വത്തിൽ സംശയങ്ങൾ ഉയർത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സംസ്ഥാനം കടുത്ത ഉഷ്ണതരംഗത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ ഇതിനകം നശിച്ചു കഴിഞ്ഞു. തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതത്തിന് ശമനമില്ല. വേനൽ മാറി കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. രാജ്യത്തെ CPMന്റെ ഒരേയൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിലും ത്രിപുരയിലും ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് ഇറങ്ങാതെ വിനോദയാത്ര പോയ മുഖ്യമന്ത്രിക്കെതിരെ CPM പ്രതികരിക്കണമെന്ന് K സുധാകരൻ പറയുന്നു. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഭാര്യയും മക്കളെയും കൂട്ടി പോകേണ്ട കാര്യമെന്തെന്ന് സുധാകരൻ ചോദിക്കുന്നു. അതേസമയം വിദേശയാത്രയിൽ ചട്ടലംഘനമില്ലെന്നും പാർട്ടിയും സർക്കാരും അറിഞ്ഞാണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ EP ജയരാജൻ വിശദീകരിക്കുന്നു. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചുമതലയും ആർക്കും കൈമാറാത്തതെന്ന ചോദ്യവുമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും ഉഷ്ണതരംഗവും ജനങ്ങളെ വലയ്ക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഉല്ലാസയാത്രയെന്നും വിമർശനമുയർന്നു. CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ള സഖാക്കൾ പാർട്ടി മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വോട്ട് തേടുമ്പോൾ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗവും രാജ്യത്തെ ഏക ഇടത് മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ വിദേശത്ത് അവധി ആഘോഷിക്കാൻ പോയെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പിണറായി നീറോ ചക്രവർത്തിയാണോ എന്ന് ചോദിച്ചത് BJP നേതാവ് V മുരളീധരനാണ്. കൊടുംചൂടിൽ സംസ്ഥാനത്ത് ജനം വീണു മരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവും ബീച്ച് ടൂറിസം ആഘോഷമാക്കുകയാണെന്നും നീറോ ചക്രവർത്തിയെ അനുസ്മരിപ്പിക്കുന്ന സമീപനമാണിതെന്നും കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും 19 ദിവസത്തെ വിദേശയാത്രയുടെ സ്പോൺസർ ആരെന്നും ചെലവ് എത്രയെന്നും വെളിപ്പെടുത്തണം. ഇക്കാര്യം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെങ്കിലും പറയണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.